നീറ്റ് MDS എക്സാംസ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ യൂട്യൂബിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്ത് വരുമായിരുന്നു. ലൈക്ക് കോളേജും അതുപോലെ തന്നെ റാങ്ക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ സീരീസുകൾ നമ്മൾ കണ്ടിന്യൂസ്ലി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കറൻ്റ്ലി MDS ആസ്പിറൻ്റ് ആയിട്ടുള്ള 2026 എക്സാം കഴിഞ്ഞ് ഒരു സീറ്റ് ആഗ്രഹിക്കുന്ന കുട്ടികൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അതിൽ എനിക്ക് ആദ്യം സംസാരിക്കാനുള്ളത് ഡെഫിനറ്റ്ലി ഒരു ബോർഡർ ലൈൻ സ്കോറും അതുപോലെ തന്നെ ബോർഡർ ലൈൻ മാർക്കും. ഗവൺമെൻറ് MDS സീറ്റ്സ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് MDS സീറ്റ്സ് കിട്ടാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റിലോട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യതകളുള്ള കുട്ടികളോടാണ്. അവർ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കറൻ്റ്ലി അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വെയിറ്റ് ചെയ്തിരിക്കുന്നേക്കാൾ നല്ലത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് വളരെ സ്ലോലി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. കാര്യം നമുക്ക് എല്ലാവർക്കും പറയാം ടൈം വളരെ വാല്യൂബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. മേ ബി നിങ്ങളൊരു ഗവൺമെൻറ് സീറ്റ്സും ആണ് അലോക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു ഗവൺമെൻറ് സീറ്റ്സ് ആണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബോർഡർ ലൈൻ സ്കോർ ആയത് കാരണം അത് മിസ്സായി പോവുകയാണെങ്കിൽ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മിസ് ഔട്ടായി പോകും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഏറ്റവും ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കൗൺസിലിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച സീറ്റ്സ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വെച്ച് മൂവ് ചെയ്യുകയും ചെയ്യാം. ബട്ട് ടൈം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രോപ്പർലി ഈ ഒരു സമയത്ത് അഡ്രസ്സ് ചെയ്യുക, അത് മാനേജ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇത്തവണ MDS സീറ്റ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോടാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 കാര്യങ്ങളുണ്ട്. അല്ല, ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കോളേജ് സെലക്ഷൻസ് വളരെ ആപ്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ കോളേജ് സെലക്ഷൻസിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. യൂഷ്വലി MDS പോലെ നിങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്താവും എന്ത് ചെയ്യുന്നുണ്ടാവുക, കോളേജ് നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ കുറേ കുട്ടികൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, കോളേജാണോ അതോ ബ്രാഞ്ചാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ. ഞാൻ കുറേ മെൻറ്റേഴ്സിനോട് സംസാരിച്ച സമയത്തും അതുപോലെ തന്നെ PGs ആയിട്ട് ഡിസ്കസ് ചെയ്ത സമയത്തൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യം, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ തീർച്ചയായിട്ടും നിങ്ങൾ ബ്രാഞ്ചിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബ്രാഞ്ച് കിട്ടുന്ന കോളേജിലോട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ മൂവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. സോ കമ്മിങ് ടു കോളേജ് സെലക്ഷൻ, കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താവും നിങ്ങൾക്ക് കോളേജ് കിട്ടുന്നുണ്ടാവുക. കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ UG പോലെയല്ല, PGയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉണ്ടാവുക, നമ്മൾ വളരെ കുറഞ്ഞ ആൾക്കാരാണ് ഉണ്ടാവുക. സോ നിങ്ങൾക്ക് കുറച്ചും കൂടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ കോളേജ് എത്രത്തോളം പേഷ്യൻ്റ് ഫ്ലോ ഉണ്ട്, അതുപോലെ തന്നെ അവിടെ ഗൈഡ് എങ്ങനെയാണ്, അവിടുത്തെ ഫാക്കൽറ്റീസ് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് നിങ്ങളെ റീസെൻ്റ് ആയിട്ട് അഡ്വാൻസസുകളൊക്കെ പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ തീർച്ചയായും അനലൈസ് ചെയ്യേണ്ടത്. സോ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഈ കോളേജ് സെലക്ഷൻസിൽ കൊണ്ടുവരിക എന്നുള്ളത്. ഒരിക്കലും നമ്മളൊരു UG സെലക്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഫീസ് കുറഞ്ഞിട്ടുണ്ടതിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിയർ ബൈ ആയിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ബേസിസിലോ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കോളേജ് ചൂസ് ചെയ്യരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ആ ഡിപ്പാർട്ട്മെൻറ്റിലെ പേഷ്യൻ്റ് ഫ്ലോ, അവിടുത്തെ ഫാക്കൽറ്റീസ്, അവിടുത്തെ മെൻറ്റേഴ്സ്, അവിടുത്തെ സീനിയേഴ്സ്, ഇത്രയും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, കോളേജ് ചൂസ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കോളേജിനേക്കായി നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ഷനാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ഷൻസിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ 1, 2, 3 ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ടാവും, തീർച്ചയായിട്ടും നിങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മേ ബി നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ എൻഡോ ആവാം, അല്ലെങ്കിൽ പ്രോസ്റ്റോ ആവാം, സർജറി ആവാം. നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച്, നിങ്ങളുടെ പാഷൻ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ നോക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള സ്മോൾ ആയിട്ടുള്ള സ്കിൽസുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു റസ്റ്റിംഗ് പീരീഡിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ഡെഫിനറ്റ്ലി ഒരു 1.5 മാസം മുതൽ 2 മാസം വരെ നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടാവും. സോ ആ സമയങ്ങളിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ഫെലോഷിപ്പുകൾ, നിങ്ങളുടെ ഹാൻഡ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ കോൺഫറൻസുകൾ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ഒരു എൻഡോ ആണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങളൊരു എൻഡോഡിസിന് അണ്ടറിൽ ഒരു 1 മന്തോ 2 മന്തോ വർക്ക് ചെയ്യാൻ നോക്കുക. അവരെന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അവരെന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്, അവരുടെ ഒരു OP ഡേ എങ്ങനെയാണ്, അങ്ങനെയുള്ള തരത്തിലുള്ള ഒരുപാട് റിയലൈസേഷൻസ് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. സോ നമുക്ക് കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. തേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൈനലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും ഒരു ഫസ്റ്റ് ഇയർ MDS എക്സാം നമ്മുടെ ബേസിക് സയൻസ് എക്സാമാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച സബ്ജക്ട്സിൻ്റെ ബേസിക് സയൻസ് എക്സാംസ് ഉണ്ടാവും. സോ നിങ്ങൾ നീറ്റ് MDSന് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, റീഫ്രഷ് ചെയ്തെടുക്കേണ്ടത്. സോ നിങ്ങളുടെ ബുക്സ്, നിങ്ങളുടെ നോട്ട്സ്, നിങ്ങൾ പഠിച്ച സമയത്തുണ്ടായിരുന്ന നിങ്ങൾ ഹാൻഡ് റിട്ടൺ നോട്ട്സ്, ഇതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ എനിക്ക് ഓവറോൾ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ എല്ലാം വാല്യൂബിൾ ആയിട്ടുള്ളത് ടൈമാണ്. അത് MDS എടുക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക്, അതുപോലെ തന്നെ MDSലൊരു ബോർഡർ ലൈൻ നിൽക്കുന്ന ആൾക്കാർക്ക്, അവരൊക്കെ ടൈമാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ കൊടുക്കേണ്ട കാര്യം. സോ ആ ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, വൈസ്ലി ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളെക്കുറിച്ച്
കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഓൾസോ എനിക്ക് ആഡ് ഓൺ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം നിങ്ങൾ പ്രൈവറ്റ് ഡെന്റൽ കോളേജ് ആണ് ഇത്തവണ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രൈവറ്റ് ഡെന്റൽ കോളേജിൽ കേരളത്തിലാണെങ്കിൽ ഔട്ട്സൈഡ് കേരളയിലാണെങ്കിൽ ഒരു നിശ്ചിത ഫീസ് അടക്കേണ്ടതുണ്ട്. സോ ഒരിക്കലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. കാര്യം നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ഡെന്റൽ കോളേജിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റോ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റോ ഒരു ലാബിന് വേണ്ടി മാത്രം നിങ്ങൾ പഠിക്കുക എന്നുള്ളത് ഒരു തെറ്റായ തീരുമാനം തന്നെയായിരിക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൈവറ്റ് ഡെന്റൽ കോളേജുകൾ മാത്രം ചൂസ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ ഓൾറെഡി അവിടെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സോ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചോ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ROI, അതായത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി വരും. കാര്യം എന്താ വെച്ചാൽ നമ്മൾ പാഷനേറ്റഡ് ആണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് എടുത്തൊരു ഡിസിഷനാണ്. അല്ലാണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു കോഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അതിലോടുള്ള ഇൻട്രസ്റ്റും അത് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ പ്രൈവറ്റ് കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് വൈസ്ലി ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഡിപ്പാർട്ട്മെൻറ്റിക്ക് മാത്രം കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പോകുക എന്നുള്ളതാണ്. ഓൾസോ ബോർഡർ ലൈൻ നിൽക്കുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങളുടെ ഓൾഡ് നോട്ട്സോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇവിടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്നത് നിങ്ങളുടെ ടൈമാണ്, നിങ്ങളുടെ ഏജാണ്, നിങ്ങളുടെ പ്രൊഫഷനാണ്. സോ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ഓഗസ്റ്റിൽ തന്നെ കൗൺസിലിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരും വിശ്വാസം. സോ അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും MCCയുടെ ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓൾസോ നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ്സ് രേഖപ്പെടുത്താമെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഓൾ ദി ബെസ്റ്റ്.